പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിസാല സ്റ്റഡി സർക്കിൾ നടത്തിയ മീലാദ് ബുക്ക് ടെസ്റ്റിൻ്റെ ഫലം ഇവിടെ അറിയിക്കുകയാണ്. മീലാദ് കാലത്ത് തിരുനബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത ദർശനങ്ങൾ മലയാളി സമൂഹത്തിൽ, വിശിഷ്യ പ്രവാസികൾക്കിടയിൽ വായനയ്ക്കു വിധേയമാക്കിയാണ് എല്ലാ വർഷവും റിസാല സ്റ്റഡി സർക്കിൾ വിജ്ഞാന പരീക്ഷ നടത്തുന്നത്. കുടിവെള്ളം കിട്ടാതെയും വെയിലിനു പൊള്ളുന്ന ചൂട് അനുഭവപ്പെട്ടും മഴ അന്യമായും മണ്ണു തരുന്ന ഫലങ്ങൾ അപൂർവമാവുകയും ചെയ്യുന്ന വിധം പ്രകൃതിനാശവും പാരിസ്ഥിതിക ഭീതിയും കാലാവസ്ഥാ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന കാലത്താണ് ഈ വിഷയം സമൂഹം ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ വർഷം ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ പ്രസിദ്ധീകരിച്ച പ്രകൃതിയുടെ പ്രവാചകൻ എന്ന പുസ്തകം റിസാല സ്റ്റഡി സർക്കിൾ വായനയ്ക്കു വിധേയമാക്കിയത്. 6 ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കൂടാതെ വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുമായി ഈ പുസ്തകം വായിക്കുകയും ശേഷം പരീക്ഷയിൽ പങ്കെടുക്കുകയും ചെയ്ത ആയിരങ്ങൾ പങ്കെടുത്ത വിജ്ഞാന പരീക്ഷയുടെ ഫലം ആണ് ഇവിടെ അറിയിക്കുന്നത്. ജനറൽ വിഭാഗത്തിലും ഗ്ലോബൽ വിഭാഗത്തിലുമായി മുതിർന്നവരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും പങ്കെടുത്ത പരീക്ഷയായിരുന്നു ഇത്. പരീക്ഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വിജയികളെ അറിയിക്കുകയാണ്. ഗൾഫ് ജനറൽ വിഭാഗം, ഗൾഫ് സ്റ്റുഡൻസ് വിഭാഗം, അതുപോലെ ഗ്ലോബൽ സ്റ്റുഡൻസ് വിഭാഗം എന്നീ 4 കാറ്റഗറികളിലായി നടന്ന പരീക്ഷയിൽ ആദ്യം ഗൾഫ് ജനറൽ വിഭാഗത്തിൻ്റെ വിജയികളെ അറിയിക്കുന്നു. 3 പേരാണ് 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അവരുടെ പേരുകൾ: സബീല അബ്ദുറഹീം, റിയാദ്, സൗദി അറേബ്യ; അബ്ദുറഹ്മാൻ സഖാഫി, റിയാദ്, സൗദി അറേബ്യ; അബ്ദുള്ള വിളയിൽ, ദമ്മാം, സൗദി അറേബ്യ. ഗൾഫ് ജനറൽ വിഭാഗത്തിൽ 2-ാം സ്ഥാനം നേടിയ ആളുകളുടെ പേരുകൾ: റാഷിദ ഹംസ, അബുദാബി, UAE; ദിബിയാൻ ഹംസത്ത്, റിയാദ്, സൗദി അറേബ്യ; സഫിയ സലീം, റിയാദ്, സൗദി അറേബ്യ; സുറയ്യ കാസിം, അബുദാബി; ഉമൈമത്ത് അലി, റിയാദ്; സമീറ മുഹമ്മദ് അലി, ജിദ്ദ; നുസൈബ ജലീബ്, കുവൈത്ത് എന്നിവരാണ് ഗൾഫ് ജനറൽ വിഭാഗത്തിലെ വിജയികൾ. ഇനി ഗൾഫ് സ്റ്റുഡൻസ് വിഭാഗത്തിൽ 7 പേർ 1-ാം സ്ഥാനവും 8 പേർ 2-ാം സ്ഥാനവും നേടിയിരിക്കുന്നു. 1-ാം സ്ഥാനത്തിന് അർഹരായവരുടെ പേരുകൾ അറിയിക്കുന്നു. സ്വഫർ ഹമീദ് KK, ജുബൈൽ, സൗദി അറേബ്യ; ഫസീഹ അബ്ദുൽ മജീദ്, കുവൈത്ത് സിറ്റി; നദീറ സുറയ്യ, സലാല, ഒമാൻ; സഫ മുനവ്വിറ, റിയാദ്; സുഫിയാൻ അബ്ദുസലാം, റിയാദ്; നുമൈർ ബഷീർ, റിയാദ്; മറിയം റസാന MV, ദമാം. ഈ വിഭാഗത്തിൽ തന്നെ ഗൾഫ് സ്റ്റുഡൻസ് വിഭാഗത്തിൽ 2-ാം സ്ഥാനം നേടിയ പരീക്ഷാർത്ഥികളുടെ പേരുകൾ കൂടി അറിയിക്കുന്നു. മുഹമ്മദ് യാസീൻ ഫയാദ്, റിയാദ്; മുഹമ്മദ് മാലിക് തോട്ടശ്ശേരി, ജിദ്ദ; അൽഫിയ ബാബു, സൗദി അറേബ്യ, നോർത്ത് സോൺ; മുഹ്സിന സൈദലവി സഖാഫി, മക്ക; മുഹമ്മദ് ഹാഷിദ്, ദുബൈ; ആബിദ സലീം,
അൽ ഖോബാർ സൗദി അറേബ്യ, മറിയം മുജീബ് നോർത്ത് സോൺ സൗദി അറേബ്യ, ആൻഡ് അസ്ന അബൂബക്കർ നോർത്ത് സോൺ സൗദി അറേബ്യ. അടുത്തത് ഗ്ലോബൽ വിഭാഗത്തിലെ ഫലം അറിയിക്കുന്നു. ഗ്ലോബൽ വിഭാഗത്തിലും ഒന്നാം സ്ഥാനത്തിന് ഒരു അവകാശി മാത്രമാണുള്ളത്. രണ്ടാം സ്ഥാനത്തിന് 5 പേരും അർഹമായിരിക്കുന്നു. ഒന്നാം സ്ഥാനം തസ്നിമോൾ അലനല്ലൂർ. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് മുഫീദ ഷുഹൈബ് കണ്ണൂർ, സുമയ്യ ഷബീർ തേവലക്കര, ഷമീമ മണ്ണാർക്കാട്, ഉമ്മു ഫാത്തിമ കണ്ണൂർ പുറത്തിൽ. ഗ്ലോബൽ സ്റ്റുഡൻസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തിന് 2 പേർ അർഹമായിരിക്കുന്നു. അൻഷാദ് മേഴത്തൂർ, അതുപോലെ തന്നെ അജ്സൽ അലി വേലൂപ്പാടം. ഇതേ വിഭാഗത്തിൽ ഗ്ലോബൽ സ്റ്റുഡൻസ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനത്തിനും 2 പേർ അർഹമായിരിക്കുന്നു. ആദിൽ അലി TA വേലൂപ്പാടം, ഫുത്തൈമ TV മാട്ടൂൽ. വിജയികൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പരീക്ഷയിൽ പങ്കെടുത്തതിൽ സന്തോഷം അറിയിക്കുന്നു. പരീക്ഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷവും പ്രാർത്ഥനകളും അറിയിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വായിച്ചത് ഹൃദിസ്ഥമാക്കുകയും അത് മാറ്റുരയ്ക്കുക എന്ന മനസ്സോടെ പരീക്ഷയ്ക്കിരിക്കുകയും ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം പങ്കുവച്ച് റബ്ബുൽ ആലമീൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.